ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. അടുത്ത ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് മത്സരമാണ് ഇത്. നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 ഈ ഒരു മത്സരം നടക്കുക. ഫസ്റ്റ് ലെഗ് മത്സരമാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത്. എന്നാൽ ഈ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുന്ന റയലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല. അവരുടെ പ്രതിരോധ നിരയിലെ പല സുപ്രധാന താരങ്ങളും ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. ഒരു ഗുരുതര പ്രതിസന്ധിയിലാണ് റയൽ മാഡ്രിഡ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഡാനി കാർവഹൽ ഒരുപാട് കാലമായി പുറത്താണ്, അദ്ദേഹം അവൈലബിൾ അല്ല. ലുക്കാസ് വാസ്കസിന് കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ വാസ്കസ് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ എഡർ മിലിറ്റാവോ പരിക്കിൻ്റെ പിടിയിലാണ്. ഡേവിഡ് അലാബ് പരിക്കിൻ്റെ പിടിയിലാണ്. അന്റോണിയോ റൂഡിഗർ പരിക്കിൻ്റെ പിടിയിലാണ്. ഇങ്ങനെ പ്രതിരോധത്തിലെ 5 സുപ്രധാന താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റർ ബാക്കോ റൈറ്റ് ബാക്ക് താരമോ ഇല്ലാതെയാണ് ഇത്തിഹാദിൽ റയൽ മാഡ്രിഡ് ഇറങ്ങുക. അതായത് ബാക്കപ്പ് ഓപ്ഷനുകളെ വെച്ചുകൊണ്ട് റയൽ മാഡ്രിഡിന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഫെഡെ വാൽവർദയെ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ റൗൾ അസെൻസിയോ, അതുപോലെ തന്നെ ചുവാമെനി എന്നീ താരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന താരങ്ങളെ ഇപ്പോൾ ലഭ്യമല്ല. അത്രയും മോശമായ ഒരു സ്ഥിതിയിലേക്ക് ഈ പരിക്കുകൾ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റയലിന്റെ ആരാധകർക്ക് ഇക്കാര്യത്തിൽ വലിയ ആശങ്കകൾ ബാക്കിയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.